ALP എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ALP എക്സാംസ് എല്ലാവരും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവർ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രായം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കുക, ഇവിടെ RRB എക്സാം ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ഹു ആർ വിഡോഡ്, ഡിവോഴ്സ്ഡ് ഓർ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരിഡ് ആണ് എങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വീണ്ടും പുനർവിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35 വയസ്സ് വരെ. അവരിലെ OBC കാറ്റഗറിക്ക് 38, SC STക്ക് 40 വയസ്സ് വരെ. ഇനി നോക്കിക്കേ, ജനറൽ പ്രായം പറയുകയാണെങ്കിൽ ജനറൽ 2/7/1996 ശേഷം ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ അത് 2/7/1993 ആണ്, 93 ആണ്. ഇനി SC ST ആണെങ്കിൽ 2/7/1991 ആണ്, 1991 ആണ്. ഇതിന് ശേഷം ജനിച്ചവരായിരിക്കണം. അവർ 1/7/2008 അവരുടെ ആ ഒരു ഇതിൻ്റെ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പം അപ്പർ ലിമിറ്റും ഉണ്ട്, ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലാക്കി. ഇതിന് ഉള്ളിലുള്ള ITI അതോടൊപ്പം തന്നെ ഡിപ്ലോമ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ALP എക്സാം ഇപ്പോൾ കോൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്, അതോടൊപ്പം തന്നെ നൽകുന്ന മികച്ച ആനുകൂല്യങ്ങളാണ്. ALP പഠിക്കാം. CCയോടൊപ്പം ഞങ്ങൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യുക.